ഇവിടെ നിന്ന് നിരവധി ക്രൈസ്തവ കുടുംബങ്ങളിലെ ആളുകൾ ബി.ജെ.പിയിൽ മെമ്പർഷിപ്പ് എടുത്തു വരുന്ന ഒരു ദിവസം കൂടിയാണോ ഇന്ന്? തീർച്ചയായിട്ടും ഇന്ന് നമ്മളോട് ബി.ജെ.പി ആവശ്യപ്പെട്ടതല്ല, നമ്മുടെ ആളുകൾ അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവർക്ക് മെമ്പർഷിപ്പ് വേണമെന്ന്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ആളുകളൊക്കെ ഇവിടെ ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ നിൽക്കുന്നത്. പീറ്റർ ലോറൻസ്, ജാക്സൺ ജോസഫ്, ജാനറ്റ് ജാക്സൺ, ഫിലിം ജോസഫ്, ജാക്സൺ ജോസഫ്, ജാനറ്റ് ജാക്സൺ, ബി.ജെ.പിയിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള കാരണം എന്താ? ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള കാരണം അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവര് വിശ്വസിച്ച് അവര് വോട്ട് ചെയ്ത ജനപ്രതിനിധികളടക്കം അവരെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ അവരെ അവരുടെ സങ്കടത്തിന്റെ നിമിഷത്തിൽ അവരെ സഹായിക്കാനുണ്ടായത് ബി.ജെ.പി ആയതുകൊണ്ടാണ് അവരെ ഇപ്പോൾ മെമ്പർഷിപ്പിന് എല്ലാവരും മുന്നോട്ട് വന്നിരിക്കുന്നത്. സഭയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവർക്ക് എന്തെങ്കിലും പ്രഷർ ഉണ്ടോ ഈ ഒരു വിഷയത്തിൽ? സഭയ്ക്ക് അങ്ങനത്തെ പ്രഷർ ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. വോട്ടവകാശം എന്ന് പറയുന്നത് ഓരോ പൗരന്റെ അവകാശമല്ലേ. അപ്പോൾ ഏത് മെമ്പർഷിപ്പ് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഓരോ പൗരനുമാണ്. അപ്പോൾ സഭ അതിനൊന്നും ഒരാളെയും വിലക്കിയിട്ടൊന്നുമില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടുത്ത ഘട്ടത്തിലുള്ള അവരുടെ നടപടി അത് നിങ്ങൾക്ക് അനുകൂലമാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനിയിപ്പോ സംസ്ഥാന സർക്കാരിന് ഇത്ര നാളും അനങ്ങാൻ പറ്റാതിരുന്നത് ഈ നിയമം കൊണ്ടാണ്. നിയമത്തിൽ ഭേദഗതി വരികയാണ്. നിയമത്തിൽ ഭേദഗതി വന്നാൽ സർക്കാരിന് ഞങ്ങളെ സഹായിക്കാൻ പറ്റും. അപ്പോൾ സർക്കാരിന് ഇനിയും സമയമുണ്ട്. മുൻപൻ ജനതയോടൊപ്പം നിൽക്കാനുള്ള ഒരു ബെറ്റർ ടൈമാണത് സർക്കാരിന്റെ. അപ്പോൾ സർക്കാർ നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ രാജ്യസഭയിലും ബില്ല് പാസ്സായതിനു ശേഷം വലിയ തരത്തിൽ കേരളത്തിൽ നിന്നുള്ള എം.പിമാർ പൂർണ്ണമായിട്ടും അതോടൊപ്പം തന്നെ കേരളത്തിലെ LDF-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരും എല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട് ഈ ബില്ല് പാസ്സാക്കിയത് മുൻപൻ ജനതയ്ക്ക് അനുകൂലമല്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒറ്റ അഭിപ്രായമുള്ളൂ, ഈ പുതിയ ഭേദഗതി ബില്ല് ഇവർ വായിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുൻപൻ ജനതയ്ക്ക് പ്രതീക്ഷയുണ്ട്, പുതിയ ബില്ല് അവർക്ക് മോശം കിട്ടാനുള്ള ഒരു ബില്ലാണെന്ന് പ്രതീക്ഷയുണ്ട്. ഇത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ ഈ ഒരു മുൻപം വിഷയം വലിയ തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ബി.ജെ.പിക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമായിട്ടുണ്ടോ? ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ മാത്രമല്ല, ഈ മുൻപം പ്രശ്നം ക്രൈസ്തവർക്കിടയിൽ മാത്രമായിരുന്നില്ലല്ലോ. ക്രൈസ്തവരുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാർലമെന്റിൽ നടന്ന ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിലൊരു മാറ്റങ്ങളുണ്ടാവും. കാരണം നമ്മൾ വിശ്വസിച്ച് വിട്ട നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം.പിമാരിൽ ആരാണ് മുൻപത്തിന് വേണ്ടി ശബ്ദമായത്, ആരാണ് ഈ കിരാത നിയമത്തിന് വേണ്ടി ശബ്ദമായത്? അപ്പൊ പോയവരിൽ ഒരാൾ മാത്രം, അതായത് ബി.ജെ.പിയുടെ എം.പി ആയിരുന്നു നമുക്ക് വേണ്ടി ശബ്ദമായത്, ഭാരതത്തിന് വേണ്ടിയുള്ള ശബ്ദമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ, ഇപ്പോൾ 2024 ബി.ജെ.പി അധികാരത്തിൽ നിന്ന് പോയിരുന്നു എന്ന് കരുതാം. കോൺഗ്രസ് ആയിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായാലും? ഞങ്ങളുടെ അവസ്ഥയല്ല, ഭാരതത്തിന് വിറ്റ് കാശുണ്ടാക്കിയാണ് അവര്. ഞങ്ങൾ അത്ര പറയുന്നുള്ളൂ. ഈ നിയമം ഭാരതത്തിന് നശിപ്പിക്കാനുള്ള ഒരു നിയമമായിരുന്നു. അപ്പോൾ ഭാരതത്തെ സംരക്ഷിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് മുൻപം ജനതയ്ക്ക് ഒത്തിരി അഭിമാനമുണ്ട്. പാർലമെന്റിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ നിങ്ങൾ എങ്ങനെ അതിന് കാണുന്നു? പാർലമെന്റിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ടി.വിയിലൂടെ ഞങ്ങൾ 12 മണിക്കൂർ സമയം ഞങ്ങൾ ടി.വിയുടെ മുമ്പിൽ ഇരുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി സാർ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, ഞാൻ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോവുകയാണെങ്കിലും ഞാൻ തൃശ്ശൂരിന്റെ മാത്രം എം.പി ആയിരിക്കില്ല, ഈ കേരളത്തിലെ ജനങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്ന എം.പി ആയിരിക്കുള്ളൂ എന്ന് സാർ അന്ന് പറഞ്ഞത് ഒരു സിനിമ ഡയലോഗായിട്ടേ എനിക്കും തോന്നിയുള്ളൂ. പക്ഷേ ആ ഡയലോഗ്, സാറ് പറഞ്ഞ ആ ഡയലോഗ് സത്യമാകുന്ന രീതിയിലായിരുന്നു ഇന്നലെ മുൻപത്തിന് വേണ്ടി സാർ ശബ്ദിച്ചത്. വിളിച്ചിരുന്നോ ഈ ബില്ല് പാസ്സായതിനു ശേഷം നിങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നത്? തീർച്ചയായും ഞങ്ങളെല്ലാം ടി.വിയുടെ മുന്നിലുണ്ടെന്ന് സാറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സാർ ഇന്നലെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് വിളിച്ചിരുന്നു. നമ്മൾക്ക് ആശ്വാസത്തിനുള്ള വകയുണ്ട്, നമ്മുടെ ബില്ല് പാസ്സാകും, മുൻപൻ ജനതയുടെ കൂടെ ഞാനുണ്ട്, നിങ്ങളുടെ ആഘോഷങ്ങളിൽ ഞാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ സംസ്ഥാന സർക്കാർ നിയമസഭയിൽ സംയുക്തമായിട്ട് പ്രതിപക്ഷവും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടെ ഈ നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയിരുന്നു. അത് കടലിൽ താഴ്ത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നിങ്ങളത് ചെയ്യാൻ തയ്യാറാണോ? ഞങ്ങൾ അത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ എല്ലാം ജീവിതങ്ങൾക്ക് നേരെ കൊട്ടിയടച്ച വാതിലുകളായിരുന്നു ആ പ്രമേയം ഇന്ന് ഞങ്ങൾ കടലിൽ താഴ്ത്തും. കാരണം ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വപ്നങ്ങൾക്ക് നേരെ അടച്ച ഒരു കവാടമായിരുന്നു അത്. ആ ഒരു കവാടം ഞങ്ങൾ ഇന്ന് കടലിൽ താഴ്ത്തുകയാണ്. ഫിലിം ജോസഫ്, പീറ്റർ ലോറൻസ്, ജാക്സൺ ജോസഫ്, ജാനറ്റ് ജാക്സൺ, ഫിലിം ജോസഫ്, ജാക്സൺ ജോസഫ്, ജാനറ്റ് ജാക്സൺ,
Jackson. Anthony Lewis. Jimsy Anthony. Anik Andrews. Shelton Joseph. Joy Devasi. Chandra Augustine. Nixon Augustine. Roy Nicholas. Arena Anthony. Anthony. Gita Bose. Joy. Angie George. Nelson Anthony. Rocky Francis. Sijo Thomas. Maijo Thomas. Justin Joseph. Josie Michael. Roy Rocky. Jayan Lakshman. James Anthony. Roshan Roy. Sharon Sandev. സുരേഷ് Andrews Joseph. ഷബിനെ ആ കൊടി മാറ്റ് കൊടി വേണ്ട Roy Nicholas. Roy Nicholas. കൊടി മാറ്റി. Andrews Joseph. Anthony George. Nelson Anthony. Rocky Francis. ചേട്ടാ Maijo Thomas. Sindhu Haridas. Joseph. Joshi Michael. Roy Rocky. James Anthony. ചേട്ടാ അപ്പുറത്തേക്ക് ഒന്ന് ഇവിടെ നിന്നേ ഈ മൈക്കാണ് അതെ സെന്ററിൽ വെക്കണ്ട അവിടെ അവര് ചവിട്ടി കൂട്ടി കളഞ്ഞ Lakshman. Vinesh. Rocky. Shashi. Thomas Kurma Mangagan. Ittara Ambro Varghese. Limson Anthony. Reddy. Anthony KG. ഇവിടെ മൈക്കിരിക്കേണ്ട അങ്ങോട്ട് പോകും നിങ്ങള് Senior Ali Meetil. മറിയ ഞാൻ മൈക്ക് കൊണ്ട് അവിടത്തേക്ക് ചവിട്ടി പിടിച്ച് Nixon. പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരാവുന്നതാണ്. അംബ്രോസ്. ആന്റണി.